നമസ്കാരം. AL ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ ദേവാലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം. ജെറുസലേം ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ദേവാലയത്തിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ യുദ്ധ ആക്രമണത്തിൽ 3 വിശ്വാസികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാർപ്പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. എത്രയും വേഗം വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും ഇതിനായി ചർച്ചകൾ ആരംഭിക്കണമെന്നും ലയോ 14 മാർപ്പാപ്പ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിനോട് അഭ്യർത്ഥിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധമിരമ്പി. ന്യൂഡൽഹി ഛത്തീസ്ഗഡിൽ ഹിന്ദുത്വ വർഗീയവാദികളുടെ ആൾക്കൂട്ട വിചാരണയ്ക്കിടയിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ അറസ്റ്റ്. ഇടവക വാർത്തകൾ. വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും നിറവേകി സെന്റ് തോമസ് ഗ്രൂപ്പിന്റെ മാസാചരണം. അന്തിക്കാട് വിശ്വാസ പരിശീലനത്തിന്റെയും ക്രിയാത്മക സാംസ്കാരിക പങ്കാളിത്തത്തിന്റെയും മനോഹര സാക്ഷിയായി സെന്റ് തോമസ് ഗ്രൂപ്പ് അവരുടെ മാസാചരണം ആത്മീയവും ആഴമുള്ളതുമായ അനുഭവമായി ആചരിച്ചു. മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒരുക്കിയ പരിപാടികൾ പങ്കെടുത്തവർക്കും കാണികളായവർക്കും ആഴമുള്ള ആന്തരിക അനുഭവമായി. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഭാവിയിലേക്കുള്ള ശക്തമായ നിക്ഷേപമാണെന്നും വികാരി അഭിപ്രായപ്പെട്ടു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.